ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ 1.5 വർഷമായ വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന പ്ലാവിനെ പരിചയപ്പെടുത്താനാണ്. ഇപ്പോൾ ഇത് നട്ടിട്ട് 1.5 വർഷമായപ്പോൾ തന്നെ ഇത് കാ പിടിച്ചു. ഇപ്പോൾ ഒരു 1.25 വർഷമൊക്കെ ആയി. പക്ഷേ അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഞാൻ അതിന് പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തിട്ടില്ല. അന്ന് ഈ പ്ലാവ് നട്ട സമയത്ത് ഒരു 2 വിയറ്റ്നാം സൂപ്പർ എയർലിയും ഒരു ചെമ്പടക്കും ഒരു പേരയുമാണ് നട്ടത്. ഇത് 4നും കൂടെ 1 കിലോ വേപ്പൻ പിണ്ണാക്ക്, 1 കിലോ എല്ലുപൊടി, 1 കിലോ ചാണകപ്പൊടി ഇത്രയും വാങ്ങിച്ചിട്ട് ഇത് 4നും കൂടെയാണ് ഞാൻ ചെയ്തത്. അതിനുശേഷം ഇന്നത് വരെ ഇതിന് ഒരു വളപ്രയോഗമൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ആദ്യമായി ഇത് കായ്ച്ച് 3 ചക്ക കായ്ച്ചിട്ടുണ്ട്. അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള ചക്ക തന്നെയാണ്. നേരത്തെ വേറൊരു വിയറ്റ്നാം സൂപ്പർ എയർലി നേരത്തെ കായ്ച്ചു. അപ്പോൾ അത് ഞങ്ങൾ നേരത്തെ അത് വിളവെടുത്ത് അതും തറയിൽ തട്ടിയിരുന്നത് കൊണ്ട് ആ ചക്ക ഞങ്ങൾക്ക് അഴുകിപ്പോയി. ഇതിന് കുറച്ച് ചക്ക അതിൽ നിന്ന് കിട്ടി. പക്ഷെ അത് നല്ല മധുരവും നല്ല ടേസ്റ്റും ഉള്ള ഒരു ചക്ക ആയിരുന്നു അത്. ഇതിലിപ്പം ഈ ചക്ക നമുക്കൊരു സങ്കടകരമായ ഒരു കാഴ്ച കാണിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അതുകൊണ്ട് ഈ ചക്ക നമുക്ക് നന്നായിട്ടത് കായ്ച്ചെങ്കിലും ഇത് ഇങ്ങനെ കീറിപ്പോയി, വിണ്ട് കീറി ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നമുക്ക് ഈ ചക്ക കിട്ടിയത്. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നി. കാരണം ഇത് ഞങ്ങൾ അടുത്തുള്ളവർക്കെല്ലാം കൊടുത്ത് കഴിക്കണം എന്നായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹവും. ഞങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിൽ. പക്ഷേ നമുക്ക് ഈ ചക്ക ഇങ്ങനെ ഒരു ഇതിലാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് തലേ ദിവസം വൈകുന്നേരവും ഞങ്ങളിത് നോക്കി പഴുത്തോ എന്നറിയാൻ വേണ്ടി ചെന്ന് തട്ടിയൊക്കെ നോക്കിയതാണ്. പക്ഷേ അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. രാവിലെ നോക്കിയപ്പോൾ ഇതുപോലെ വിണ്ട് കീറി അതൊരു വല്ലാത്തൊരു അവസ്ഥയിലോട്ടായി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്കെല്ലാം വളരെ വിഷമം തോന്നി. കാരണം അത്രയേറെ എല്ലാ ദിവസവും 2-3 നേരം പോയി നോക്കുന്ന ഒരിതായിരുന്നു. കാരണം ആദ്യമായതുകൊണ്ട് അതിൻ്റെ അവരോട് വീഡിയോസിലൊക്കെ കണ്ടതാണ് നല്ല മധുരമുള്ള ചക്ക, നല്ല ടേസ്റ്റാണെന്നെല്ലാം. പക്ഷേ അത് ഇങ്ങനെ അത്യാവശ്യം സൈസുള്ള ഒരു 5-6 കിലോ 6-7 കിലോ വെയിറ്റ് വരുന്നൊരു ചക്കയാണ്. അപ്പോൾ ഇനി എന്തായാലും ഇതെന്താണ് ഇങ്ങനെ വരുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ല. വിളവ് കൂടിപ്പോയത് കൊണ്ടാണോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന് അറിയാവുന്നവർ എന്തായാലും ഇതിനൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കതനുസരിച്ച് അതിനെ ഒന്ന് നോക്കി പരിപാലിച്ചെടുക്കാനാണ് അടുത്ത ചക്കയെങ്കിലും. അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ വളരെ വിഷമത്തിലാണ്. കാരണം ഈ ചക്ക ഇങ്ങനെ ഇത് കീറി ഇത് നാശമായി പോയതുകൊണ്ട് എന്തായാലും ഞങ്ങളിന്ന് അതിനെ വിളവെടുക്കാൻ പോവുകയാണ്. കാരണം ഇനി നിർത്തിയിരുന്നാൽ അത് മൊത്തത്തിൽ ചീത്തയാകും. പക്ഷെ ഞങ്ങൾ ഈ ചക്ക എന്തായാലും കട്ട് ചെയ്ത് പഴുക്കാൻ വേണ്ടി തന്നെയാണ് വെക്കുന്നത്. കാരണം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചക്ക കണ്ടിട്ട് എന്താണിത് ഇങ്ങനെ പൊട്ടിപ്പോയതെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അതിനെന്തായാലും കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഈ ചക്കയുടെ അവസ്ഥ. അപ്പോൾ എന്തായാലും ഇത് തീരെ അങ്ങ് നാശമായി പോയി. പിന്നെ ഇത് ഇരുന്ന് പഴുത്ത് കിട്ടുമെന്ന് അറിയില്ല.